പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 9-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ ഈ മാസത്തിൻ്റെ പുതിയ ഒരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തിനായി സ്കൂളുകളിൽ കോളേജുകളിൽ കടന്നു പോകുന്നു. ഉപജീവനാർത്ഥം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ തങ്ങളുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് മടങ്ങുന്നു. എല്ലാവരെയും തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 13-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 31 വേഴ്സ് 13 ഇപ്രകാരം വായിക്കുന്നു: അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഇസ്രയേൽ ജനത്തിന്റെ ശക്തമായ മടങ്ങിവരവിനെയും സ്വർഗത്തിലെ ദൈവത്തിന് അവരോടുള്ള ദയയുടെയും കൃപയുടെയും കരുതലിന്റെയും ബഹിർസ്ഫുരണമാണ് 31-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതെ, വാളിന് തെറ്റിയൊഴിഞ്ഞവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അങ്ങനെ അവരെ ദൈവം സ്വദേശത്തേക്ക് മടക്കി വരുത്തി. അവർക്ക് ദൈവമായും ദൈവത്തിനവർ ജനമായും ദൈവത്തിന്റെ വലിയ കരുതൽ കരവിരുത് ഇസ്രായേൽ ജനം അനുഭവിക്കും എന്ന് 31-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 13-ാം വാക്യത്തിൽ പറയുകയാണ്: കന്യകമാരും വൃദ്ധന്മാരും സകലരും സന്തോഷിച്ച് നൃത്തം ചെയ്യും. അവരുടെ സങ്കടത്തെ, അവരുടെ വിഷമത്തെ സ്വർഗത്തിലെ ദൈവം മാറ്റി അവരെ ആശ്വസിപ്പിക്കും, അവരെ സന്തോഷിപ്പിക്കും. പ്രിയ ദൈവജനമേ, ജീവിതത്തിന്റെ പ്രത്യേക സന്ദർഭങ്ങളിൽ, ഘട്ടങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് പിന്മാറുകയും വിശ്വാസ ജീവിതത്തിൽ മന്ദീഭവിക്കുകയും ചെയ്തുവെങ്കിലും ആ തെറ്റ്, ആ കുറവ് ബോധ്യമായി ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായാൽ നമുക്ക് ഒരു സന്തോഷത്തിന്റെ, നന്മയുടെ, ആശ്വാസത്തിന്റെ കാലം ഉണ്ട് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, നിങ്ങൾക്കെന്നും ദുഃഖമല്ല, എന്നും വിഷമമല്ല. 30-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ശക്തമായ ക്രോധം, കോപം ഇസ്രായേൽ ജനത്തിനോട് എത്രത്തോളം ഉണ്ട് എന്നും അവരെ എങ്ങനെ ചിതർപ്പിച്ചു എന്നും വചനത്തിൽ നിന്നും വ്യക്തമാക്കുന്നു. എന്നാൽ അതേ ദൈവം തന്നെ അവരോട് കൃപ തോന്നി, ദയ തോന്നി, അവരെ ചേർത്ത് പിടിച്ച് അവരെ കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ്. പ്രായഭേദമന്യേ അവരുടെ പടക്കളത്തിൽ, അവരുടെ കൂട്ടത്തിൽ, അവരുടെ കൂട്ടായ്മകളിൽ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനരാത്രങ്ങളാക്കി കൊടുക്കുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒക്കെ നമ്മെ നേരിടുന്നു. തന്മൂലം അറിഞ്ഞും അറിയാതെയും പ്രാർത്ഥനാ ജീവിതം മന്ദീഭവിക്കുന്നു. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുകയും നാം ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിധത്തിലും സമയത്തും വേണ്ട ഒരു വിടുതലോ ഒരു മറുപടിയോ ഉത്തരമോ കിട്ടാതെ വരുമ്പോൾ നാം പിന്മാറിപ്പോകുന്നു.
അറിയാതെ പോലും നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകലുകയാണ്. എന്നാൽ ആ കുറവ് മനസ്സിലാക്കി ഇന്ന് പ്രഭാതത്തിൽ മടങ്ങി വരുവാൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖം മാറ്റി നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസമേകി സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അതെ, നൃത്തത്തിന്റെയും സന്തോഷത്തിന്റെയും വാദ്യഘോഷത്തിന്റെയും ആരാധനയുടെയും ദിനങ്ങളാക്കി തീർക്കുന്ന ഒരു ദൈവം. അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രായഭേദമന്യേ നമ്മിലേക്ക് ദൈവകൃപ ചൊരിയുമ്പോൾ നാം സന്തോഷിക്കും, നാം ആനന്ദിക്കും, നാം ദൈവത്തിൽ പുകഴ്ചയിലേക്ക് ഉയരുവാൻ ഇടയായിത്തീരും. ജീവിതത്തിന്റെ വിവിധ പ്രതിസന്ധികളിൽ ഭാരത്തോടും വേദനയോടും ഈ അതിരാവിലെ വാഗ്ദത്ത വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ആഴ്ച, ഈ ദിനരാത്രങ്ങൾ നിങ്ങൾക്കേവർക്കും ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ സന്തോഷത്തിന്റെ ദിനങ്ങളാവട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി ദൈവിക ആശ്വാസം പ്രാപിക്കുന്ന ദിനങ്ങളായി തീരട്ടെ. നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം എന്താ? സങ്കടത്തിന്റെ കാരണം എന്താ? വിഷാദത്തിന്റെ കാരണം എന്താ? ഞാൻ അറിയുന്നില്ല. എന്നെ കേൾക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. നമുക്ക് അന്യോന്യം അറിയുകയില്ല. പക്ഷേ എന്നെയും നിങ്ങളെയും വ്യക്തിപരമായും വ്യക്തമായും കൃത്യമായി അറിയാവുന്ന സ്വർഗത്തിലെ ദൈവം ആ കാര്യകാരണങ്ങളുടെ മേൽ വിടുതലയച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റി സന്തോഷം നൽകട്ടെ. അങ്ങനെ നമ്മുടെ ആരാധനകൾ സ്വർഗീയ സന്തോഷത്തിന്റെ നൃത്തങ്ങളായി മാറട്ടെ. ദൈവം പ്രസാദിക്കുന്ന ആരാധനകളായി തീരട്ടെ. അങ്ങനെ ഈ ആഴ്ചവട്ടം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെ ദിനങ്ങളാവട്ടെ. ഇന്ന് നിയമകാര്യങ്ങൾക്ക്, ജോലി കാര്യങ്ങൾക്ക്, വിസ കാര്യങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങൾക്ക്, അഡ്മിഷൻ കാര്യങ്ങൾക്ക്, സാമ്പത്തിക ഇടപാടുകൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, ആശുപത്രി സംബന്ധമായ സാഹചര്യങ്ങൾ, ഏതവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും അവിടെയൊക്കെ സ്വർഗീയ സമാധാനവും കരുതലും നിങ്ങൾക്ക് ഓരോരുത്തരുടെ മേലും സ്വർഗം ചൊരിയട്ടെ. അങ്ങനെ ദുഃഖം മാറി, പ്രയാസം മാറി, സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും ദിനമായി തീരട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുപോലെ സംഭവിക്കുവാൻ സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്നും തന്റെ കൃപയാൽ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത്, അതെ, നമ്മെ തന്റെ സ്വർഗീയ കരങ്ങളിൽ വഹിച്ച് നന്മയോടെ അനുഗ്രഹത്തോടെ വലങ്കരം പിടിച്ചു നടത്തട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 6-ാം മാസത്തിന്റെ പുതിയൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ഓരോ ദിനവും ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. യിരെമ്യാ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത വലിയ ഉറപ്പ് ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. കന്യകമാരും വൃദ്ധന്മാരും സകലരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കുന്ന സുദിനങ്ങൾ, അവരുടെ ദുഃഖങ്ങളെ മാറ്റി ആശ്വസിപ്പിക്കുകയും അവരുടെ സങ്കടങ്ങളെ മാറ്റി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. അപ്പാ, ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ഭാരങ്ങളുമായി ഈ പ്രഭാതത്തിൽ അടുത്തു വരുന്നു. ഞങ്ങളോടും കരുണ ചൊരിയണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണമേ, സങ്കടങ്ങളെ മാറ്റണമേ, സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിൽ ഭാരത്തോടെ വേദനയോടെ ഈ പ്രഭാതത്തിൽ അടുത്തു വരുന്നതിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സ്വർഗീയ തൃക്കൻ പാർത്ത് വിടുവിച്ച് അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും കൊടുത്ത് അവരെ നിറയ്ക്കണമേ. അങ്ങനെ എല്ലാ നിലകളിലും ഈ ദിനം വിടുതലിന്റെയും ആശ്വാസത്തിന്റെയും ദിനമായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാകണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, നമ്മെ
എന്നും ദുഃഖത്തിലും കണ്ണുനീരിലും തള്ളിയിടുവാൻ ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മെ ക്രോധത്തോടെ നോക്കിയാലും ദയോടെ കൃപയോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ, സമാധാനം നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ, സാക്ഷിപ്പാൻ, ദൈവകൃപയിൽ നിലനിൽപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.